എന്നെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ബസ് മാസ്റ്ററിനാണ്, മനസ്സിലായില്ലേ? അദ്ദേഹം എല്ലാ അവകാശങ്ങളും എന്നിൽ നിന്ന് നേടിവെച്ച് അദ്ദേഹത്തിൻ്റെ പിന്നെ ഈ ഇങ്ങനെയുള്ള ദുർഭരണത്താൽ അദ്ദേഹം തന്നെ അയാളുടെ തലയിൽ വെച്ച് അതേ തന്നെ ഭസ്മമാകുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. അതൊന്നും തുടങ്ങിയിട്ടേ ഉള്ളൂ, ആരംഭിച്ചിട്ടേ ഉള്ളൂ. പലതും ഉണ്ട്, കാരണം പല കേസുകളുണ്ട്, അതിലേക്ക് പ്രതിയാണ് അദ്ദേഹം. പക്ഷെ നമ്മളൊക്കെ ഞാനൊക്കെ എതിർത്തുകൊണ്ട് എന്നെ പരമാവധി എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ പിന്നെ രജിസ്റ്റർ ഓഫീസ് സംബന്ധമായിട്ടും ഇൻകം ടാക്സിലും ആൾക്കാർ അവരെ പരമാവധി അവർ നല്ല ഉയർന്ന പൊസിഷനിലാണ് ഉള്ളത്. ഞങ്ങൾ അങ്ങനെ ഒരു സാധാരണക്കാരൻ്റെ ഒരു പ്രസ്ഥാനത്തിന് എന്ന രീതിയിൽ സാധാരണക്കാരൻ്റെ കാശ് വാങ്ങി സാധാരണ സഹായിക്കുന്ന ഒരാളാണ്, മനസ്സിലായില്ല? അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. സാധാരണക്കാരന് എന്തെങ്കിലും ഒരു സ്ഥാപനം ആരംഭിക്കണമെങ്കിൽ ബാങ്കിൽ ചോദിച്ചാൽ ബാങ്കിൽ അടിസ്ഥാനപരമായി എന്തെങ്കിലും അവർക്ക് ഉണ്ടായിരിക്കണം. ഒരു ബേസ് ഇല്ലെങ്കിൽ അവർ ലോൺ കൊടുക്കില്ല. പക്ഷേ ഞങ്ങൾ അവരെ അധ്വാനവും അവരെ ബാക്ക്ഗ്രൗണ്ടെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് നമ്മൾ ചിറ്റ് കൊടുത്ത് അവരെ ഡെവലപ്പ് ചെയ്ത് ഇന്ന് 500 രൂപ കിട്ടുന്നവരെ 5000 വരെ കിട്ടിക്കുന്നുള്ള ഒരു സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഞാൻ ഈ ഇദ്ദേഹത്തിന് ഈ SNDP യോഗത്തിൽ ചില കാര്യങ്ങൾ കണ്ടപ്പോൾ അയാൾ എതിർത്തപ്പോൾ ഞാൻ എത്രയോ ലോണുകൾ സാധാരണ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ തിരിച്ച് വാങ്ങിയിട്ടില്ല എന്നാണ് സത്യം, പരമാവധി. കാരണം അത് തിരിച്ച് വാങ്ങുമ്പോൾ അതിൻ്റെ ലീഡർമാരൊക്കെ അത് ചില തെറ്റുകൾ കാണിച്ചതിന് അത് വേണ്ട, ഞാൻ അവിടെ തന്നെ എടുത്തോട്ടെ എന്നുള്ള രീതിയിൽ ഇത്രയോ കോടിക്കണക്കിന് രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്നെ സന്തോഷമേ ഉള്ളൂ. കാരണം എന്നെ സാധാരണക്കാരന് കൊടുത്ത് ഒരു 10,000 രൂപ അവർക്ക് കടം കൊടുത്ത് തിരിച്ചു. പക്ഷേ അതൊന്നും ഒരു പലിശയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഞാൻ കൊടുത്തതാണ്. പക്ഷെ അങ്ങനെ ഞാൻ പലിശക്കാരനെന്ന് പറഞ്ഞ് ഞാൻ അത് അദ്ദേഹത്തിന് അറിവില്ലാത്തതുകൊണ്ടാണ് പലിശക്കാരനെന്ന് പറയുന്നത്. കാരണം എനിക്ക് പലിശ വാങ്ങിക്കാൻ പലിശയല്ല, ഇത് ഡിവിഡൻ്റാണ്. 20 പേര് ചേർന്ന് ഒരാൾക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ്. 20 ചേർന്ന് ഒരു 5000 രൂപ 20 പേര് ചേർന്ന് കഴിഞ്ഞാൽ 10,000 രൂപ. ആ 10,000 രൂപ നമ്മൾ അവർക്ക് കൊടുക്കുന്നൊരു സിസ്റ്റമാണ് നമുക്കുള്ളത്, മനസ്സിലായില്ല? അപ്പോൾ മാസം 5000 രൂപ വാങ്ങിയിട്ട് 1,00,000 രൂപ കൊടുക്കുന്ന ഒരു സമ്പ്രദായം നമുക്കുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളതല്ലാതെ ഇതിൽ ഇൻട്രസ്റ്റ് വാങ്ങിക്കുന്ന അല്ല പലിശ വാങ്ങിക്കുന്ന കാര്യങ്ങളോ ഇതിലില്ല. അത് അദ്ദേഹത്തിന് അറിയില്ലാത്തതുകൊണ്ടാണ്. അദ്ദേഹം ചിറ്റ് ഫണ്ട് നടത്തിയ ആളാണ്. പക്ഷേ എന്നെ അങ്ങനെ പരസ്യമായി പലതരം ഞാൻ എൻ്റെ ഒരു സിനിമ ആരംഭിച്ചിരുന്നു, പിന്നെ പഴശ്ശിരാജ എന്ന എത്രയും ചരിത്രപരമായൊരു സിനിമയായിരുന്നു. ആ സിനിമ ആരംഭിച്ച അയാൾ പലിശരാജ എന്നാണ് അത്രയും കളിയാക്കി എന്നെ ഏതെല്ലാം രീതിയിൽ വ്യക്തമായ ഹത്യ ചെയ്യണമെങ്കിലോ അതൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും അദ്ദേഹത്തോട് എനിക്ക് വെറുപ്പില്ല. കാരണം അദ്ദേഹത്തിന് എതിർത്തുകൊണ്ടാണല്ലോ എന്നെ എതിർത്തത്. അത് സാരമില്ല. പക്ഷേ സാധാരണക്കാരന് എല്ലാവർക്കും അറിയാം, സാധാരണ ജനങ്ങൾക്ക് ശ്രീനാരായണനെ എല്ലാവർക്കും അറിയാം അദ്ദേഹം പറയുന്നത് തെറ്റാണ്. ഗോപാലൻ ചെയ്തത് ഒരു ഞാനും എൻ്റെ കൂട്ടുകാരും ഇതിനെ എതിർക്കുന്ന തൻ്റെ അടുത്തോട് എതിർത്ത കുറേ ആളുകളുണ്ട്. ആരോഗ്യവും ഒന്നും നോക്കാതെ സ്വത്തില്ലെങ്കിലും പണമില്ലെങ്കിലും ഞാൻ എൻ്റെ സാധിക്കുന്ന പണം തരാം എന്ന് പറഞ്ഞ് പുറത്തു വന്നവരുണ്ട്. അവരൊക്കെ അടക്കി ഒതുക്കി ഭയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് വരെ അദ്ദേഹം ഭരിച്ചിരുന്നത്. ഏതായാലും അതൊക്കെ ഈ രീതിയിൽ ഒരു കോർട്ട് ഓർഡർ വന്ന നിലക്ക് പുതിയൊരു കമ്മിറ്റിയെ ഉണ്ടാക്കി ആ കമ്മിറ്റി ഒരു ഇലക്ഷൻ മാതിരി എല്ലാവരും ഇതിൽ ഇൻവോൾവ്മെൻ്റ് ചെയ്യുന്ന മാതിരി സ്വതന്ത്രമായ ഒരു ഇലക്ഷൻ നടത്തി ഒരു കമ്മിറ്റിയെ വിജയിപ്പിക്കണം, ഒരു സംഘടന ഉണ്ടാക്കണം എന്നാണ്. കാരണം 1903 ആരംഭിച്ച ഈ സംഘടന ജാതിക്കോ മതത്തിനോ അതീതമായി എല്ലാ ആൾക്കാരും ഈവൻ എല്ലാ മുഹമ്മദ് ക്രിസ്ത്യാനികളെല്ലാം തന്നെ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയം അതായിരുന്നു SNDP യോഗം. പക്ഷെ അതേ സമയത്ത് ഒരു 40 കുട്ടികളുള്ള ക്ലാസ്സിൽ ഒരു മകൻ ക്ലാസ് പഠിക്കുമ്പോൾ അവൻ മകനോട് കാണിക്കേണ്ട 40 പേരുള്ള ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ ആ അധ്യാപകൻ്റെ മകൻ ആ ക്ലാസ്സിലുണ്ടെങ്കിൽ ആ മകനോട് നമ്മൾ ക്ലാസ്സിൽ വ്യത്യാസം കാണിക്കാൻ പാടില്ല. അതുപോലെ പക്ഷെ അവൻ്റെ മകനാണ് വീട്ടിൽ പോയി ചെയ്യുക. അതുപോലെയാണ് നമ്മൾ സമൂഹത്തിൽ നമ്മൾ ആ ക്ലാസ്സിൽ 40 കുട്ടികളോട് ഒരേപോലെ പെരുമാറും പോലെ നമ്മൾ സമൂഹത്തിൽ പെരുമാറണം. അതേ സമയത്ത് വീട്ടിലെ കുട്ടി നമ്മളെ വീട്. അപ്പോൾ മകൻ തന്നെയാണ്.
അപ്പം ക്ലാസ്സിൽ വന്നുകൊണ്ട് 40 കുട്ടികൾ ഒരാളായി മാറുന്നത് അപ്പം മകൻ തന്നെയാണ്. ആ മകനെന്ന ബോധത്തിൽ അയാൾക്ക് വീട്ടിൽ നിന്ന് പഠിപ്പിക്കുക. അതുപോലെ തന്നെ സമുദായത്തിൽ സമുദായം എല്ലാവർക്കും സമുദായമുണ്ട്, ജാതിയുണ്ട്, മതമുണ്ട്. ഗുരുദേവൻ ജാതിയും മതം വേണ്ടാന്ന് പറഞ്ഞില്ല. ജാതിക്ക് അതീതമായ ഒരു മനുഷ്യത്വത്തെയാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത്. ആ മനുഷ്യത്വം നമുക്കുണ്ടായാൽ മതി. എന്നാൽ മാത്രമേ ഒരു സഹോദരമായ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കും എന്നാണ് എൻ്റെ ബലമായ അഭിപ്രായം.